ആന്ധ്രാപ്രദേശിൽ 6 പുതിയ കോവിഡ് കേസുകൾ കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 3 കേസുകൾ കിഴക്കൻ ഗോദാവരിയിലും മറ്റു 3 കേസുകൾ വിശാഖപട്ടണത്തുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ സജീവ കേസുകളുടെ എണ്ണം 32 ആയിരിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ 44 സാമ്പിളുകൾ പരിശോധിച്ചുവെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 19 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കിഴക്കൻ ഗോദാവരിയിൽ നിന്നാണ്. ഇതിനിടെ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് 4 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വകഭേദം ഏതാണെന്ന് കണ്ടെത്താൻ ജനിതക ശ്രേണീകരണം നടത്തിയതിൽ നിന്ന് ഒമിക്രോൺ RF.5ന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ലോകാരോഗ്യ സംഘടന പതിവായി ജനിതക നിരീക്ഷണത്തിന്റെ ഭാഗമായി RF.5 വകഭേദത്തെ നിരീക്ഷിച്ചു വരികയാണെന്നും സിംഗപ്പൂരിലും ചില തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും RF.5 കേസുകൾ ഉയർന്ന തോതിൽ വ്യാപിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം RF.5 മറ്റ് ഒമിക്രോൺ വകഭേദങ്ങളെക്കാൾ അപകടകരമാണെന്ന് സൂചിപ്പിക്കുന്ന യാതൊരു സാഹചര്യവുമില്ലെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും വിദഗ്ധർ പറയുന്നു. SARS-CoV-2 വൈറസിന്റെ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവകഭേദമാണ് ഒമിക്രോൺ RF.5. ഒമിക്രോണിന്റെ മറ്റ് ഉപവകഭേദങ്ങൾക്ക് സമാനമാണ് ഇതിന്റെയും ലക്ഷണങ്ങൾ. തൊണ്ടവേദന, ചുമ, പനി, തലവേദന, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ക്ഷീണം, ശരീരവേദന തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അതേസമയം ഒമിക്രോണിന്റെ പുതിയ ഉപവകഭേദങ്ങളായ BA.2.86, RF.5 എന്നിവയ്ക്ക് കാലക്രമേണ കൂടുതൽ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുൻപത്തെ ഒമിക്രോൺ വകഭേദങ്ങളെ പോലെ ഇവയും പ്രധാനമായും ശ്വാസകോശത്തിന്റെ മേൽഭാഗത്തെയാണ് ബാധിക്കുന്നത്. വാക്സിൻ എടുത്തവരിലോ മുൻപ് രോഗം ബാധിച്ചവരിലോ സാധാരണയായി നിസാരമായ ലക്ഷണങ്ങൾ മാത്രമാണ് ഇവ ഉണ്ടാക്കുന്നത്. 2023 പകുതിയോടെ കണ്ടെത്തിയ BA.2.86 എന്ന വകഭേദത്തിന് ഉയർന്ന തോതിൽ ജനിതകമാറ്റം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. പെട്ടെന്ന് പടരാനുള്ള ശേഷിയും പ്രതിരോധ ശേഷിയെ ഭാഗികമായി മറികടക്കാനുള്ള കഴിവുമാണ് ഇതിന്റെ പ്രത്യേകത. BA.2.86 എന്നത് ഒമിക്രോണിന്റെ അറിയപ്പെടുന്ന ഒരു ഉപവകഭേദമാണ്. എന്നാൽ RF.5 എന്നത് ഒരു റീകോംബിനന്റ് വകഭേദമാണ്. അതായത് 2 വ്യത്യസ്ത ഒമിക്രോൺ വകഭേദങ്ങൾ ഒരുമിച്ച് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനിതക കൈമാറ്റത്തിലൂടെ ഇവ രൂപപ്പെടുന്നു. ശ്വസനത്തിലൂടെയും രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയുമാണ് ഇവയും പടരുന്നത്. നിലവിൽ ഈ വകഭേദങ്ങൾ കൂടുതൽ തീവ്രമായ രോഗാവസ്ഥ ഉണ്ടാക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും പ്രായമായവർ, ഗർഭിണികൾ, മറ്റു ഗുരുതര രോഗമുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് ഇവ ഭീഷണിയായേക്കാം. മറ്റു കോവിഡ് വകഭേദങ്ങൾക്ക് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഇവയ്ക്കുമുള്ളത്. അതേസമയം പുതിയ വകഭേദങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. കോവിഡ് ഇപ്പോൾ ഇടയ്ക്കിടെ വരാവുന്ന ഒരു രോഗമായി മാറിയതിനാൽ പുതിയ വകഭേദങ്ങൾ തരംഗങ്ങളായി വരാൻ സാധ്യതയുണ്ട്. ഇതിനിടെ ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വീണ്ടും രാജ്യം കടക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.